എന്താ സംസാരിക്കാത്തത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഡിമാൻഡ്സ് പറഞ്ഞൂടെ? അതിനെനിക്ക് ഡിമാൻഡ്സ് ഒന്നും ഇല്ലല്ലോ. എനിക്ക് സംസാരിച്ചാ മതി. അവരോടല്ല, നിങ്ങളോട്. നിങ്ങൾ എന്തിനാ ഇത് ചെയ്യുന്നത്? പബ്ലിസിറ്റിക്ക് വേണ്ടിയോ? ഇയാളെ പോലെയോ? അല്ല. പിന്നെ എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഒരാളെ കൊല്ലാൻ ഇത്രയും ഷോ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ചിലപ്പോൾ വേണ്ടിവരും. ഏതൊരു കലാകാരനെയും പോലെ ഞാനും ഇത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. എന്റെ കല ലോകമറിയണം, അംഗീകരിക്കണം. പക്ഷെ പുസ്തകങ്ങൾ വഴി അത് നടക്കില്ലെന്ന് മനസ്സിലായി. ഇനി ഈ ലോകമാണ് എൻ്റെ അരങ്ങ്. നിങ്ങളൊക്കെ കഥാപാത്രങ്ങളും. നിങ്ങളെ വെച്ച് ഞാനൊരു പെർഫെക്റ്റ് ക്രൈം സ്റ്റോറി ഉണ്ടാക്കാൻ പോവുകയാണ്. പ്ലോട്ട് പറയട്ടെ. ഇന്നിവിടെ നടക്കാൻ പോകുന്ന കൊലപാതകം ഒരു തുടക്കം മാത്രമാണ്. എന്തിന്റെ തുടക്കം? എ സീരിയൽ കില്ലിംഗ്. ഇനിയും 7 പേരെ ഞാൻ കൊല്ലും. ഓരോ കൊല നടക്കുന്നതിനും കൃത്യം 1 മണിക്കൂർ മുമ്പ് ഞാൻ വിക്ടിമിന്റെ പേര് അനൗൺസ് ചെയ്യും. ഇതുപോലെ അവരെ രക്ഷപ്പെടുത്താൻ ആർക്ക് വേണമെങ്കിലും ശ്രമിക്കാം. ബട്ട് ദേ വിൽ ഡൈ. ഓഡിയൻസിൽ കുഞ്ഞിരാം എന്ന പേരിൽ ആരുമില്ല. ലെറ്റ് മീ ചെക്ക് സം ഏലിയസസ്. നീ അയാളോട് സംസാരിച്ചോണ്ടേ. ഇതാണോ പെർഫെക്റ്റ് ക്രൈം? ഇതെന്തൊരു ക്ലീഷയാണ്. ഈ ടൈപ്പ് സീരിയൽ കില്ലിങ്ങിനെ ബേസ് ചെയ്തൊരു 100 പുസ്തകങ്ങളെങ്കിലും ഉണ്ട്. എക്സാക്ട്ലി ഇതുപോലെ തന്നെ ഒരു ടോക്ക് ഷോ ഹോസ്റ്റിനെ ഹോസ്റ്റേജ് ആക്കിയ ഒരു തമിഴ് സിനിമ തന്നെയുണ്ട്. നിങ്ങളുടെ ചിന്തകളൊന്നും ഒറിജിനൽ അല്ല മാഷെ. എനിക്ക് തോന്നുന്നത് ആ പബ്ലിഷർ പറഞ്ഞതുപോലെ നിങ്ങളത്ര ക്രിയേറ്റീവ് ഒന്നും അല്ല. ടീം റെഡി സർ. അയാളെ കുറിച്ച് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ? സർ, ഒരു റൗണ്ട് ഓഡിയൻസ് ആപ്ലിക്കേഷൻ ക്ഷണിച്ച് അതിൽ നിന്നും റാൻഡമായാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നമ്മൾ ട്രേസ് ചെയ്യുന്നുണ്ട് സർ. ഒരു 5 മിനിറ്റ്. ശരി, അയാളെ പറ്റിയുള്ള മാക്സിമം ഡീറ്റെയിൽസ് എടുക്കാം. വേഗം. ഓക്കേ ബോയ്സ്, റെഡി? വെരി ഗുഡ്. നമ്മൾ വരുന്ന ചിലപ്പോൾ അയാൾക്ക് കാണാൻ പറ്റിയേക്കാം. സോ ഹോൾവേ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നീങ്ങണം. വാതിൽ ഫിസിക്കലി തന്നെ പൊളിക്കണം. അകത്ത് കിടന്നാൽ ടീം 1 വിൽ ഫോക്കസ് ഓൺ ദ സസ്പെക്ട്. ടീം 2 സിവിലിയൻ സേഫ്റ്റിയാണ് നിങ്ങളുടെ പ്രയോറിറ്റി. ഡോണ്ട് ഷൂട്ട് എനിവൺ ഓർ എനിത്തിങ് അൺലെസ് യു ആർ ഡെഡ് ഷുവർ. പക്ഷേ ഇവിടുന്ന് രക്ഷപ്പെടുന്ന എല്ലാവരെയും അപ്പോൾ തന്നെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തിരിക്കണം. ടീം 3 ദാറ്റ്സ് യുവർ ഡ്യൂട്ടി. ഫുൾ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഇല്ലാതെ ഒരൊറ്റയാളെ പോലും പുറത്തു പോകാൻ അനുവദിക്കരുത്. മാത്രമല്ല, അയാൾക്ക് ചിലപ്പോൾ അകത്ത് നമ്മൾ അറിയാത്ത കൂട്ടാളികൾ ഉണ്ടാവും. ബിവെയർ. പിന്നെ ഇനിയും 7 പേരെ കൂടി കൊല്ലുമെന്നാണ് അയാൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. അത് നടക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യണം. And that we won't. Yes, sir.